ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ വ്യാഴമാറ്റം. അതായത് വ്യാഴമാറ്റം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്നാണ്. അതായത് മെയ് 1 വ്യാഴം മാറിയിരിക്കുകയാണ്. അപ്പം ആ വ്യാഴ ഭഗവാന്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണോ, ഏത് ഭാവത്തിലാണ് വരുന്നത്, അതുമൂലം ഇവർക്കുണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് പറയുന്നത്. അതായത് ഉത്രം, അത്തം, ചിത്തിര, അര ഈ നാളുകാരാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. അതായത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം എന്ന് പറയുന്നത് ഇവരുടെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അതായത് വളരെ മോശമായ ഒരു അവസ്ഥയിൽ ആയിരുന്നു. മേടൻ രാശി എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി വ്യാഴം ഇപ്പം വന്നിരിക്കുന്നത് ഇടവൻ രാശിയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് വളരെയധികം നല്ലതാണ്. അതായത് വ്യാഴം 9ാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ എല്ലാ നന്മകളും എല്ലാ പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള സമയവും ഒക്കെ ആയിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഈ ഭാവം 9ാം ഭാവം എന്ന് പറയുന്നത്. ദൈവാധീനം ഈ സമയത്ത് വളരെയധികം കൂടുതലായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾ, പുത്രന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വഴി നമ്മുടെ വീട്ടിൽ ധനം വർദ്ധിക്കാൻ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അതായത് അവർക്കൊക്കെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവുകയും അതുമൂലം തന്നെ നമ്മുടെ ധനവരവ് വർദ്ധിക്കുന്നതായിരിക്കും. പുണ്യകാര്യങ്ങളിൽ കുറച്ചുകൂടെ താല്പര്യമുള്ളവരായിരിക്കും നിങ്ങൾ. എന്നാൽ കുറച്ചുകൂടെ പുണ്യകാര്യങ്ങളിലൊക്കെ താല്പര്യം നിങ്ങൾക്ക് കൂടി വരും ഈ വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലുള്ള ഈ മാറ്റം കാരണം. അതുപോലെ തീർത്ഥാടന യാത്രകളൊക്കെ നിങ്ങൾ നടത്തും. അതുപോലെ തന്നെ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. അതുകൊണ്ട് ഇടയ്ക്ക് ലോട്ടറികളൊക്കെ അതായത് ലോട്ടറി ടിക്കറ്റൊക്കെ ഒന്ന് എടുക്കാൻ നോക്കുക. അതുപോലെ ഇതിനോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ, അതായത് ഭഗവാന്റെ ഈ ഭജനം ഓം നമോ നാരായണായ എന്ന മന്ത്രം ഒരിക്കലും നിങ്ങൾ മുടക്കരുത് എന്ന്. അതായത് നമ്മൾക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനോടുള്ള അടുപ്പം ഒരിക്കലും കളയരുത്. എന്നും നമ്മൾ ഭഗവാനെ ഒരു 108 അങ്ങനെ ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. അതുപോലെ ഒക്കെയെങ്കിലും നിങ്ങൾ വ്യാഴാഴ്ചകൾ വ്രതം എടുക്കാൻ നോക്കണം. കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അനുകൂല ഭാവത്തിലാണ്. അപ്പം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളിലും ഭഗവാനിൽ നിന്ന് എത്രയും പെട്ടെന്ന് കിട്ടാനാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് മൂലം കൂടുതൽ നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുന്നതായിരിക്കും. അതുപോലെ തിരുപ്പതി, ഗുരുവായൂർ, അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ ഉള്ള പുണ്യക്ഷേത്രങ്ങളൊക്കെ, മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. പിന്നെ അതുപോലെ വ്യാഴാഴ്ച വ്രതം എടുക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ നിങ്ങൾ കഴിവതും ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഏത് മേഖലയിൽ കൈവയ്ക്കുന്നുവോ അവിടെ എല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും 9ലെ വ്യാഴം മൂലം. അതുപോലെ രാജകീയമായ രീതിയിൽ ജീവിക്കാനും ബിസിനസ്സിലൊക്കെ വളരെയധികം നേട്ടങ്ങളും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.